നമസ്കാരം. ആരോപണങ്ങളും വിവാദങ്ങളും തുടർച്ചയായി ഉയരുന്നതിനിടയിലും ബിസിനസ് ലോകത്ത് അദാനി ഗ്രൂപ്പ് പുതിയ തലങ്ങളിലേക്ക് അടിക്കടി ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂംബെർഗ് പട്ടിക പ്രകാരം ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ 79.7 ബില്യൺ ഡോളറിന്റെ ആസ്തിയുമായി 20ാം സ്ഥാനത്ത് ഇടം നേടാൻ അദാനിക്കായി. ഇന്ത്യക്കകത്തും പുറത്തും വൈവിധ്യമാർന്ന ബിസിനസ് രംഗങ്ങളിൽ അദാനി ഗ്രൂപ്പ് തഴച്ചു വളരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ആഭ്യന്തര തലത്തിൽ സുപ്രധാനമായൊരു ചുവടുവയ്പ് നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഈ കമ്പനി. വിമാനങ്ങൾക്ക് മെയിന്റനൻസ്, റിപ്പയർ, ഓവർഹോൾ എന്നീ സേവനങ്ങൾ നൽകുന്ന എയർക്രാഫ്റ്റ് പരിപാലന സ്ഥാപനമായ ഇൻഡമർ ടെക്നിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് പ്രൈം എയ്റോയുമായി കൂട്ടുചേർന്നാണ് ഇൻഡമറിനെ ഏറ്റെടുക്കുന്നത്. അതിനായി ഹൊറൈസൺ എയ്റോ സൊല്യൂഷൻസ് എന്ന സംയുക്ത കമ്പനിക്കും രൂപം നൽകിയിട്ടുണ്ട്. ഈ കമ്പനി എത്ര തുകയ്ക്കാണ് ഇൻഡമർ ടെക്നിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും നാൾക്ക് നാൾ ത്വരിതഗതിയിലുള്ള വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വ്യോമയാന സേവന മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാനി ഗ്രൂപ്പ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അങ്ങനെ അദാനി ഗ്രൂപ്പ് വ്യോമയാന പരിപാലന, അറ്റകുറ്റപ്പണി, മേൽനോട്ട രംഗങ്ങളിൽ തങ്ങളുടെ ശൃംഖല വിപുലപ്പെടുത്തുകയാണ്. ഇക്കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ എയർവർക്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു. അതിലൂടെ അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ MRO ഓപ്പറേറ്ററായി മാറുകയും ചെയ്തിരുന്നു. MRO എന്നത് വിമാനങ്ങളുടെ മെയിന്റനൻസ്, റിപ്പയർ, ഓവർഹോൾ എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. പുതുതായി ഇൻഡമർ ടെക്നിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടി ഏറ്റെടുക്കുന്നതോടെ അദാനി ഗ്രൂപ്പ് ഈ രംഗത്ത് ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കമ്പനിയായി മാറും. മാത്രവുമല്ല, ഇന്ത്യയെ ലോകത്തിലെ തന്നെ വ്യോമയാന രംഗത്തെ പ്രീമിയം MRO ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യവും അതിലൂടെ ഫലമണിയപ്പെടും. ഇന്ത്യൻ കമ്പനികൾ വരും വർഷങ്ങളിൽ 1500 പുതുവിമാനങ്ങൾ കൂടി രംഗത്തിറക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതിനിടെയാണ് അദാനി ഗ്രൂപ്പ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിമാനത്താവള അധിഷ്ഠിത ബിസിനസ്സുകളിൽ കൂടുതൽ പ്രതീക്ഷകളുമായി മുന്നോട്ട് നീങ്ങുകയാണ് അദാനി ഗ്രൂപ്പ്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന ബിസിനസ്സിലേക്കും അദാനി ഗ്രൂപ്പ് താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയുണ്ടായി. ഇന്ത്യയിലെ 9 പ്രധാന വിമാനത്താവളങ്ങൾക്ക് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകി വന്നിരുന്നത് തുർക്കി ആസ്ഥാനമായുള്ള ചെലബി എന്ന കമ്പനിയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ തുർക്കി പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തിയതോടെ ചെലബിയുടെ പ്രവർത്തനം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇന്ത്യയിൽ തടയുകയുണ്ടായി. ഇതേ തുടർന്നാണ് അദാനി ഗ്രൂപ്പ് എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സേവന രംഗത്തേക്ക് ചുവടുവെക്കാനുള്ള തീരുമാനവുമായി രംഗത്തെത്തിയത്. നിലവിൽ അഹമ്മദാബാദ്, മംഗളൂരു, ലക്നൌ, ജയ്പൂർ, ഗുവാഹട്ടി, തിരുവനന്തപുരം, മുംബൈ തുടങ്ങിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതല അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള AAHL ആണ് നിർവഹിക്കുന്നത്. ഇതോടൊപ്പം പുതിയ നവി മുംബൈ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതലയും അദാനി ഗ്രൂപ്പിനാണുള്ളത്. അടുത്തിടെ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വിമാനത്താവളങ്ങളുടെ സമീപ പ്രദേശങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു പുതുപദ്ധതി പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ഈ വിധത്തിലെല്ലാം നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന വ്യോമയാന രംഗത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ട് വിപുലമായ ബിസിനസ് പ്രവർത്തനങ്ങളുമായി അദാനി ഗ്രൂപ്പ് ശ്രദ്ധേയ നീക്കങ്ങൾ നടത്തിവരികയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.